അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കടലക്കറി തയ്യാറാക്കിയെടുക്കട്ടോ. അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വെല്ലുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തക്കാളി, ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചധികം വെള്ളത്തിൽ തന്നെ കടലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 8-9 വിസിലടിച്ചെടുക്കണം കേട്ടോ കടല. എങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാതെ തന്നെ നല്ല കട്ടിയിലുള്ള കടലക്കറിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ച കടലക്കറി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഇട്ട് ചെറിയ തീയിലിട്ട് കത്തിച്ചെടുത്താൽ ഒന്ന് വറ്റി വരും കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലേൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ഇച്ചിരി ചപ്പ് പൊതിനയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാ കടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.